ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് GCC രാജ്യത്തെ ഒരു സ്കൂളിൽ സ്കൂൾ ഹെൽത്ത് നേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അഥവാ റെസ്പോൺസിബിലിറ്റീസാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സ്കൂളിലാണ്. അവിടെ 410 കുട്ടികളുണ്ട്. സാധാരണയായി കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ചാണ് അവിടെ നിയമിക്കുന്ന നഴ്സസിൻ്റെ എണ്ണം വരുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ ഞാൻ ഒരാളാണ് അവിടുത്തെ നഴ്സ്. അപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങളുമായി പറയാൻ ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ ഇത് തന്നെ ആവണമെന്നില്ല എല്ലാ സ്കൂളുകൾക്കും. എന്നിരുന്നാലും ഞാൻ എൻ്റെ അനുഭവം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മുടെ എല്ലാ GCC രാജ്യങ്ങളിലും ഒരു ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ് സ്കൂളിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. അവിടുത്തെ കാര്യങ്ങളെന്ന് പറയുന്നത് ഫസ്റ്റ് എയ്ഡ് മാനേജ്മെൻറ്റ്, ഇൻസിഡൻറ്റ് റിപ്പോർട്ട്, പാരൻറ്റ് കമ്മ്യൂണിക്കേഷൻ, പിന്നെ കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ റിപ്പോർട്ട്, വാക്സിനേഷൻ റെക്കോർഡ്സ്, പിന്നെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ഹെൽത്ത് പോളിസീസ്, ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഹാൻഡ് വാഷിങ്, അവരുടെ ഹൈജീനിൻ്റെ പാർട്ട്, ഹെൽത്തി ലഞ്ച് ബോക്സ്, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ഫസ്റ്റ് എയ്ഡിനെ ചുറ്റിപ്പറ്റി വരുന്നത്. അത് തന്നെ കുറച്ച് വിശദമായിട്ട് നിങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ടുണ്ട്. ആദ്യമായിട്ട് പറയുന്നത് ബേസിക് കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ടത്. നമ്മുടെ നഴ്സിംഗ് ജീവിതത്തിൽ നമ്മൾ പഠിച്ചു വന്ന ഫസ്റ്റ് എയ്ഡ് തന്നെയാണ് നമ്മുടെ സ്കൂളുകളിലെയും ആദ്യത്തെ അടിസ്ഥാനം എന്ന് പറയുന്നത്. കാരണം ഫസ്റ്റ് എയ്ഡ് കെയർ മാത്രമേ നമുക്ക് സ്കൂളിൽ വെച്ച് കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഫസ്റ്റ് എയ്ഡ് മാനേജ്മെൻറ്റ് കഴിഞ്ഞ് പിന്നെ അടുത്ത സ്റ്റേജ് നമ്മൾ പാരൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആംബുലൻസ് സർവീസ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് നമ്മൾ അവരെ ട്രാൻസ്ഫർ ചെയ്യുക. അങ്ങനെയാണ് സാധാരണയായ സ്കൂളുകളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് എയ്ഡിൽ വരുന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇഞ്ചുറീസാണ്. അവർ വരുന്ന പേഷ്യൻറ്റിനെ നമ്മൾ അസസ് ചെയ്യുക, എങ്ങനെ പറ്റി എന്നുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുക. ചെറിയ മുറിവാണോ, വലിയ മുറിവാണോ, ആഴമുള്ള മുറിവാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അസസ് ചെയ്യുക. അവരുടെ വൈറ്റൽ സയൻസ് ചെക്ക് ചെയ്യുക. ഇതെല്ലാത്തിനും ഉപരി ഇതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യുക. കുട്ടി ക്ലാസ്സിൽ നിന്ന് നമ്മളെ അടുത്തേക്ക് വന്ന ടൈം, എപ്പോഴാണ് തിരിച്ചു പോയി, നമ്മൾ എന്തൊക്കെ അവർക്ക് മാനേജ്മെൻറ്റ് ചെയ്തു, പാരൻറ്റിനെ അറിയിച്ചോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊരു ക്ലിനിക് വിസിറ്റ് റെക്കോർഡുണ്ടാവും. അതിൽ റെക്കോർഡ് ചെയ്യുക. എല്ലാ സ്കൂളുകളിലും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉണ്ടാവും ഇത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഡിപ്പെൻസാണ്, ഓരോ സ്കൂളിലും ഓരോ രീതിയിലാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം അതിൽ റെക്കോർഡ് ചെയ്യുക. ബേസിക് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറിവുകൾ, പിന്നെ അല്ലെങ്കിൽ ഫീവർ, അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടാണ് കൂടുതലായും കുട്ടികൾ നമ്മുടെ അടുത്തേക്ക് വരിക. പിന്നെ അറിയാമല്ലോ, ക്ലാസ് സ്കിപ്പ് ചെയ്ത് വരുന്ന കുട്ടികളും ഇതിനിടയിലുണ്ട്. പക്ഷെ പോകെ നമുക്ക് അവരെ കണ്ട് നമുക്ക് മനസ്സിലാവും ജെന്യൂൻ റീസൺസ് എന്താണ്, അല്ലാത്ത എന്തൊക്കെയാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാവും. മെയിനായിട്ടും അവരൊരു കെയർ ആണ്. അവർക്ക് ഒരു ചെറിയ പേപ്പർ കട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ സ്ക്രാച്ചോ അല്ലെങ്കിൽ ഒരു മൊസ്കിറ്റോ ബൈറ്റോ ഒക്കെ കണ്ടാൽ മതി, അവരോടി നമ്മുടെ അടുത്തേക്ക് വരും. അപ്പോൾ അവർക്കൊരു ചെറിയ കെയർ. പിന്നെ നമ്മൾ അറിയിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ സ്കൂളുകളിൽ നിന്ന് ഉണ്ട്. അതായത് മേജർ ഇഞ്ചുറി, അതായത് ഫിസിക്കൽ ആക്ടിവിറ്റിയൊക്കെ നടക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഇഞ്ചുറീസ് പറ്റും. ഹെയർ ലൈൻ ഫ്രാക്ചേഴ്സോ വലിയ ഡീപ്പ് വൂണ്ടോ ഒക്കെ ഫിസിക്കൽ ആക്ടിവിറ്റി നടക്കുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെ ഉണ്ടാവാതെ സേഫായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് നമ്മൾ പൊതുവിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള കേസസിൽ ഇൻസിഡൻറ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഈ ഇൻസിഡൻറ്റ് റെക്കോർഡിൽ മെയിനായിട്ടും വരുന്നത് ഇങ്ങനെ ജനറലായിട്ട് പറ്റുന്ന ഇഞ്ചുറീസ് മാത്രമല്ല. ഇപ്പോൾ കുട്ടികളാണ്, ക്ലാസ്സിൽ ചിലപ്പോൾ ഫൈറ്റ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളത് ചിലപ്പം ഇഞ്ചുറീസ് നേരിട്ട് പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഫൈറ്റ് ഇങ്ങനെ ക്ലാസ്സിൽ നടന്നപ്പോൾ കുട്ടികൾക്ക് അവർക്ക് പരസ്പരം ദേഹത്ത് വേദന ഉണ്ടായിട്ടുണ്ടാവും. ആ കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യണം. പിന്നെയുള്ളൊരു മെയിൻ കാരണം എന്ന് പറഞ്ഞത് കമ്മ്യൂണിക്കബിൾ ഡിസീസാണ്. നാട്ടിലെ പോലെ തന്നെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഇവിടെ വളരെ കുറവാണ്. എന്നിരുന്നാലും ചിക്കൻ ബോക്സ്, അതായത് പിന്നെ ഈ ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ്, അത് മിക്കവാറും കിൻഡർ ഗാർഡൻ സെക്ഷനിലാണ് ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസ് വരാറ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്യണം. ഡിസീസ് കേസ് ലിസ്റ്റ് നമുക്ക് ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണെങ്കിൽ CDC കമ്മ്യൂണിക്കബിൾ ഡിസീസ് റിപ്പോർട്ടിംഗ് സെൻ്റർ ഉണ്ട്. അവിടെ തന്നെ നമ്മളിത് മെയിൽ ചെയ്ത് നമ്മുടെ സ്കൂളിൻ്റെ PRO HRO വഴി നമുക്കവരെ അറിയിക്കാൻ പറ്റും. ഡീറ്റെയിലും കുട്ടിയുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഉൾപ്പെടെ. പിന്നെയുള്ളൊരു കാര്യം, ഈ ഒത്തിരി അസുഖങ്ങളുള്ള കുട്ടികൾ നമ്മുടെ സ്കൂളുകളിലുണ്ട്. ജനറ്റിക്കലായിട്ടുള്ള അസുഖങ്ങളുള്ള കുട്ടികളും ലേറ്റർ ഡയഗ്നോസ് ചെയ്ത അസുഖങ്ങളുള്ള കുട്ടികൾ നമ്മുടെ സ്കൂളിലുണ്ട്. എക്സാമ്പിൾ, ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ള കുട്ടികളുണ്ടാവാം, ആസ്മാറ്റിക് ആയിട്ടുള്ള കുട്ടികളുണ്ടാവാം, സർജറി കഴിഞ്ഞിട്ടുള്ള കുട്ടികളുണ്ടാവാം. അവരൊരു പ്രത്യേക ക്രോണിക് ഇൽനെസ് ലിസ്റ്റ്, അതായത് ഈ സീഷറുള്ള കുട്ടികൾ,
ഇങ്ങനെയുള്ള കുട്ടികളുടെ ലിസ്റ്റ് നമ്മളെപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് കരുതുക. ആ കുട്ടികൾക്ക് എമർജൻസി ട്രീറ്റ്മെൻറ്റ് നമ്മൾ എന്താണ് വേണ്ടത്, പാരൻറ്റിൻ്റെ കയ്യിൽ നിന്ന് എമർജൻസി മെഡിസിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കൺസെൻറ്റ് മേടിച്ച് വെക്കുക. അവരുടെ എമർജൻസി മെഡിസിൻസ് നമുക്ക് നമ്മുടെ നഴ്സസ് കബോർഡിൽ നമുക്ക് പ്രോപ്പറായിട്ട് ലോക്ക് ചെയ്യാം. അതിൻ്റെ എക്സ്പയറിയും ഒക്കെ നോക്കി നമ്മളത് പ്രോപ്പറായിട്ട് ഒരു കബോർഡിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഇൻഹേലേഴ്സ്, ഇൻസുലിന്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഈ ബക്കൽ സ്പ്രേ, അനഫിലാസിസ് ഉള്ള ഒത്തിരി കുട്ടികൾ നമ്മുടെ സ്കൂളുകളിലുണ്ട്. അലർജിക്ക്, നട്ട്സ് അലർജി, മിൽക്ക് പ്രൊഡക്ട്സ് അലർജി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം അവരുടെ മെഡിക്കേഷൻ മാനേജ്മെൻറ്റ് നമ്മൾ പ്രത്യേകം വളരെ കെയർഫുള്ളായിട്ട് നമ്മളത് കൈകാര്യം ചെയ്യണം. ഇത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മുടെ പാരൻസ് സൈഡിൽ നിന്നുള്ളൊരു കൺസെൻറ്റ്, ഈ മെഡിസിൻ, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻ, അതായത് പാരൻസ് സൈഡിൽ നിന്നുള്ള കൺസെൻറ്റ്, ഇതെല്ലാം നമ്മൾ വളരെയധികം കെയർഫുള്ളായിട്ട് നമ്മുടെ ഫയലിൽ സൂക്ഷിക്കുന്നതും പുറമെ നമ്മുടെ കബോർഡിൽ മെഡിസിൻ വളരെ കൃത്യമായി ലേബൽ ചെയ്ത് എക്സ്പയറി ഡേറ്റ് വരെ എഴുതി നമ്മളത് സൂക്ഷിക്കണം. പിന്നെ വാക്സിനേഷൻ, നമ്മൾ വാക്സിനേഷൻ കൊടുക്കേണ്ടി വരില്ല. ഇവിടെ ഖത്തറിൽ MOPHൻ്റെ ഭാഗമായിട്ട് 8ാം ക്ലാസ്സിലെ കുട്ടികൾക്കും 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കുമാണ് HPVയും TDAP വാക്സിനേഷനും വരുന്നത്. അത് നമ്മുടെ മിനിസ്ട്രിയിൽ നിന്ന് തന്നെ അവർ വന്ന് കൊടുക്കും. പക്ഷേ നമ്മുടെ പാരൻസ് സൈഡിൽ നിന്ന് ഒരു കൺഫർമേഷൻ, നമുക്കൊരു ഡോക്യുമെൻ്റ് ഉണ്ടാവും, അത് മിനിസ്ട്രിയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നമ്മളിത് സൈൻ ചെയ്ത് പ്രത്യേകം കീപ്പ് ചെയ്യണം. അങ്ങനെ കുട്ടികൾ സമ്മതം പറഞ്ഞ കുട്ടികൾക്ക് മാത്രം മിനിസ്ട്രിയിൽ നിന്ന് വന്നിട്ട് അവർ ഈ വാക്സിനേഷൻ പ്രൊവൈഡ് ചെയ്യും. അതിന് നമ്മളൊരു പ്രത്യേകം റെക്കോർഡ്, വാക്സിനേഷൻ റെക്കോർഡ് തന്നെ നമ്മൾ കീപ്പ് ചെയ്യണം. അതുമാത്രമല്ല, എല്ലാ കുട്ടികളുടെയും വാക്സിനേഷൻ റെക്കോർഡ്, വാക്സിനേഷൻ ഫയൽ എന്നുള്ള രീതിയിൽ തന്നെ നമ്മളത് കീപ്പ് ചെയ്യണം. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് രക്ഷകർത്താക്കളും ജീവനക്കാരുമായിട്ടുള്ള നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷനാണ്. ഈ പാരൻസുമായിട്ട് നമുക്കൊരു നല്ല കമ്മ്യൂണിക്കേഷൻ റാപ്പോ വേണം. എങ്കിൽ മാത്രമേ നമുക്കിത് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പലതരം കുട്ടികളാണ്, പലതരം പാരൻസുമാണ്. അപ്പം എല്ലാവരും നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്ന രീതി പലതരത്തിലായിരിക്കും. കാരണം പല രാജ്യക്കാരാണ്, പല ടെൻഷനിലുള്ളവരായിരിക്കും. അപ്പം നമ്മൾ സ്കൂളിൽ നിന്നൊരു ഇൻസിഡൻറ്റ് വിളിച്ച് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ അത്രയും പൊളൈറ്റായിട്ട് അവരുടെ കുട്ടി സേഫാണ്, നമ്മൾ അവർക്ക് അത്രയും ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, എല്ലാം സേഫാക്കി കഴിയുമെങ്കിൽ ടീച്ചേഴ്സിൻ്റെ സമ്മതം ഉണ്ടെങ്കിൽ പാരൻറ്റും കുട്ടിയും കൂടെ സംസാരിക്കാനുള്ള ഒരു അവസരം കൂടെ നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും നമ്മുടെ സേഫ്റ്റിക്കും നല്ലതാണ്. പിന്നെ പാരൻറ്റുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വിഷയങ്ങൾ നമ്മളെപ്പോഴും പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുക നമ്മുടെ ക്ലിനിക് വിസിറ്റിൽ. ഇതൊക്കെയാണ് നമ്മൾ പാരൻറ്റുമായിട്ട് വരുന്ന രീതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ്, അസിസ്റ്റൻറ്റ് ടീച്ചേഴ്സ്, പിന്നെ ഇവരുടെ എല്ലാവരുടെയും ഹെൽത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മുടെ തന്നെയാണ്. അവർക്കും ഈ ക്രോണിക് ഇൽനെസ് ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരുടെ ഫയലും പ്രത്യേകം കീപ്പ് ചെയ്യണം. പിന്നെ ഈ കുട്ടികളുടെ കൂടെ ബസ്സിൽ പോകുന്ന അവർക്ക് നമ്മളൊരു പ്രത്യേകം ഫസ്റ്റ് എയ്ഡ് മാനേജ്മെൻറ്റിൻ്റെ ജസ്റ്റ് എന്തൊക്കെയാണ് എമർജൻസി വന്നു കഴിഞ്ഞാൽ, കാരണം എല്ലാ ബസ്സസിലും നമ്മളൊരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ യൂസസും എമർജൻസി വന്നാൽ വിളിക്കേണ്ട ആംബുലൻസിൻ്റെ നമ്പറും എല്ലാം നമ്മൾ അവർക്കൊന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കണം. ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്കൂളിൽ വരുന്നൊരു കാര്യമാണ് കുട്ടികളുടെ ആരോഗ്യവും ശുചിത്വവും. എല്ലാ കുട്ടികൾക്കും നമ്മൾ എല്ലാ ആഴ്ചയിലും പേഴ്സണൽ ഹൈജീനിൻ്റെ, ഹാൻഡ് വാഷിങ്ങിൻ്റെ, ഇതിൻ്റെ എല്ലാം ഒരു ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ക്ലാസ് ബൈ ക്ലാസ് നമുക്ക് ഒരു 10 മിനിറ്റ് നമുക്ക് പോവാം. കുറച്ച് വീഡിയോ PPT പ്രിപ്പയർ ചെയ്ത് അത് അവരുടെ ഡിസ്പ്ലേയിൽ പ്ലേ ചെയ്ത് നമുക്കത് പറഞ്ഞു കൊടുക്കാം. പിന്നെ ഇവിടെ ഉള്ളൊരു മെയിൻ പ്രശ്നമാണ് കുട്ടികൾ കൊണ്ടുവരുന്നത് കൂടുതലും ജങ്ക് ഫുഡായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഹെൽത്തി ലഞ്ച് പാറ്റേണിനെ കുറിച്ച് നമ്മൾ അവർക്കൊരു ഹെൽത്ത് എഡ്യൂക്കേഷൻ, പിന്നെ മന്ത്ലി നമുക്ക് പലതരം ഹെൽത്ത് എഡ്യൂക്കേഷൻസ് ഉണ്ട്. അതായത് ഹെൽത്ത് ഡേയ്സിനെ റിഗാർഡ് ചെയ്തിട്ട് അത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഹെൽത്ത് എഡ്യൂക്കേഷന് മാത്രമായിട്ടൊരു പോർഷൻ സംസാരിക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മുടെ സ്കൂൾ മാനേജ്മെൻറ്റുമായിട്ടും നമ്മുടെ ടീച്ചേഴ്സുമായിട്ടും ലീഡർഷിപ്പുമായിട്ടും ഒക്കെ നമുക്കൊരു നല്ല റാപ്പോ വേണം. കാരണം നമുക്ക് ഓരോ വർഷവും ഓരോ ഗൈഡ് ലൈൻസാണ് MOPH നിന്ന് നമുക്ക് തരുന്ന ഗൈഡ് ലൈൻസും, നമുക്ക് ഏതൊക്കെ മെഡിസിൻസ് നമ്മുടെ സ്കൂളിൽ കീപ്പ് ചെയ്യാന്നുള്ളതും, ഓരോ മെഡിസിൻ കൊടുക്കുന്നതിന് മുന്നും നമ്മൾ പാരൻറ്റിനെ വിളിച്ച് അവരുടെ കൺസെൻറ്റ് വാങ്ങുന്നത്, പിന്നെ സ്കൂൾ ഹെൽത്ത് പോളിസീസ്, സേഫ്റ്റി പോളിസീസ്, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ നമ്മൾ ഓരോ വർഷവും അത് റിവൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലീഡർഷിപ്പുമായിട്ട് നമുക്കൊരു ഗുഡ് റാപ്പോ എപ്പോഴും നമ്മൾ കീപ്പപ്പ് ചെയ്യണം. ഓരോ വർഷവും നമ്മുടെ ഗൈഡ് ലൈൻസ് എല്ലാം നമ്മൾ റിവ്യൂ ചെയ്യണം. പിന്നെ ഹെൽത്തി എൻവയോൺമെൻറ്റിന് എന്തൊക്കെ കാര്യങ്ങൾ വേണം, അതായത് ഈവൻ ഫസ്റ്റ് എയ്ഡ് ബോക്സസ് എവിടെയൊക്കെ സ്ഥാപിക്കണം, ഈവൻ നമ്മുടെ
വാട്ടർ റിസോഴ്സസ് ഇരിക്കുന്ന ഭാഗം ക്ലിയർ ആണോ, ക്ലീൻ ആണോ, അവിടെ ഈ സ്ലിപ്പറി ആണോ ഫ്ലോർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. എല്ലാ സ്കൂളുകളിലും ക്യാൻറ്റീൻ ഉണ്ടാവണമെന്നില്ല, പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫുഡ് അലർജി ഉള്ള കുട്ടികൾക്ക് എന്തൊക്കെ ഫുഡിൽ ആഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ, അതിൻ്റെ ലിസ്റ്റ്, എക്സ്പയറി ഡേറ്റ്സ്, അതൊക്കെ. പിന്നെ വരുന്നത് എങ്ങനെ നമ്മുടെ സ്കൂളിനെ ഒരു ഹെൽത്തി എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളതാണ്. അത് നമ്മുടെ ടീച്ചേഴ്സുമായിട്ടും നമ്മുടെ ലീഡർഷിപ്പുമായിട്ടൊക്കെ ആലോചിച്ച് പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് നമ്മുടെ ഭാഗത്തു നിന്നുള്ളത് നമുക്ക് കൊടുക്കാൻ കഴിയണം. വീഡിയോ വാച്ച് ചെയ്തതിന് നന്ദി. താങ്ക് യു.